ശബരിമല സന്നിധാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ 2019-ലും 2025-ലും എന്താണ് സംഭവിച്ചതെന്ന് അക്കമിട്ട് നിരത്തുന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപമാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. ആ അന്വേഷണത്തിൽ വില്ലൻ സ്ഥാനത്തുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുമാണ്. ശബരിമല സന്നിധാനത്ത് നടന്ന ആ ഞെട്ടിക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെ കഥ ഇങ്ങനെയാണ്. റിപ്പോർട്ടിന്റെ ആദ്യഘട്ടത്തിൽ 1998-ൽ വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് ദ്വാരപാലക ശില്പങ്ങളിൽ തനിത്തങ്കം പൊതിഞ്ഞിരുന്നു എന്ന് ദേവസ്വം വിജിലൻസ് തെളിവ് സഹിതം സമർത്ഥിക്കുകയാണ്. കവചങ്ങളുടെ 14 എണ്ണത്തിലുമായി 1564.19 ഗ്രാം തങ്കം പൊതിഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ രേഖകൾ സഹിതം വ്യക്തമാക്കുന്നു. 98-ൽ തങ്കഗോളങ്ങൾ ഒട്ടകത്തോലിൽ വെച്ച് ദിവസങ്ങളോളം എടുത്ത് അടിച്ചു പരത്തിയെടുത്ത ഷീറ്റുകളാണ് ശ്രീകോവിൽ സ്വർണം പൊതിയാൻ ഉപയോഗിച്ചത്. ദ്വാരപാലക കവചങ്ങളിൽ ഇതേപോലെയുള്ള 12 മുതൽ 15 വരെ ഷീറ്റുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അന്ന് ഈ ജോലിക്ക് വന്ന തിരുപ്പതിയിൽ നിന്നുള്ള തൊഴിലാളികളുടെ മൊഴികളാണ് വിജിലൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ തങ്കപ്പാളികളാണ് 2019-ൽ ചെമ്പെന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തുകൊടുത്തു വിട്ടതെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതിനായി രേഖകളിലടക്കം തിരുത്തലുകൾ വരുത്തി. തങ്കം പൊതിഞ്ഞ പാളികൾ എന്ന് ഉത്തമ ബോധ്യമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ പാളികൾ ചെമ്പെന്ന പേരിൽ കൊടുത്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2019 ജൂലൈ 19-ന് ഇളക്കിയെടുത്ത 42.8 കിലോ തൂക്കമുള്ള പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തിന്റെ പക്കലാണ് കൊടുക്കുന്നത്. ഈ പാളികളിൽ 1.5 കിലോ തങ്കമുണ്ടാകുമെന്നാണ് വിജിലൻസിന്റെ അനുമാനം. ഈ പാളികളുമായി അനന്ത സുബ്രഹ്മണ്യം സന്നിധാനത്ത് നിന്ന് നേരെ പോകുന്നത് ബംഗളൂരുവിലേക്കാണ്. അവിടെ അയാളുടെ വീട്ടിലാണ് ഈ പാളികൾ സൂക്ഷിച്ചത്. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ പാളികൾ ഹൈദരാബാദിൽ നാഗേഷിന് കൈമാറി. 39 ദിവസത്തിന് ശേഷമാണ് നാഗേഷ് ഹൈദരാബാദിൽ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ പാളികളുമായി എത്തുന്നത്. അതായത് ഹൈദരാബാദിൽ വെച്ച് ഈ പാളികളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെന്ന അനുമാനത്തിലാണ് ദേവസ്വം വിജിലൻസ്. അതാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതെന്നാണ് മറ്റൊരു അനുമാനം. ഈ സമയത്താണ് തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ സ്മാർട്ട് ക്രിയേഷനിലെത്തുന്നത്. പാളികളിൽ സ്വർണം പൂശിയ ശേഷം ദേവസ്വം പ്രതിനിധികൾ പാളി പോറ്റിയെ ഏൽപ്പിച്ച ശേഷം മടങ്ങി. തൂക്കക്കുറവ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ക്രമക്കേട് കണ്ടെത്താമായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പിന്നീട് ഈ പാളികളുമായി പോറ്റി ജയറാമിന്റെ വീട്ടിൽ പൂജ സംഘടിപ്പിച്ചു. അതിനുശേഷം ബംഗളൂരുവിൽ അജികുമാറിന്റെ വീട്ടിൽ പൂജ നടത്തി. ബെല്ലാരിയിൽ വിനീത് ജയന്റെ വീട്ടിലും എത്തിച്ച് പൂജിച്ചു. തിരിച്ച് വാഴക്കുളത്ത് അജികുമാറിന്റെ വീട്ടിൽ കാവിൽ പൂജിച്ചു. ഇളമ്പള്ളി ക്ഷേത്രത്തിലും പൂജിച്ച ശേഷമാണ് സന്നിധാനത്ത് എത്തിച്ചത്. ഈ പൂജയിൽ പോറ്റി സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്ന് വിജിലൻസ് അനുമാനിക്കുന്നു. പിന്നീട് ഇതേ പാളികൾ 2025-ലും കടത്തിക്കൊണ്ടുപോകാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ശ്രമിച്ചതെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ തിരുവാഭരണ കമ്മീഷണർ കൃത്യമായി ഇടപെട്ടതുകൊണ്ട് പാളികൾ പോറ്റിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. വാതിലും കട്ടളയും കൊണ്ടുപോകാനുള്ള ശ്രമവും പൊളിഞ്ഞു. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിൽ ഒരു കാര്യം ഉറപ്പാണ്: യഥാർത്ഥ പാളികളിൽ അട്ടിമറി നടന്നിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ പാളികൾ എവിടെയാണ്? അതാണ് ഇനി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തേണ്ടത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.